നമ്മുടെ തൃശ്ശൂർ സാധനം എങ്ങനെയാണല്ലോ. ചേട്ടൻ ഭയങ്കര ഡാൻസ് ആയിരുന്നല്ലേ? അത് ഡീജെ സാധനമല്ലേ, പക്ഷെ മറ്റേ മലയാളം സാധനം നമുക്കില്ല, അത് പ്രാക്ടീസ് ആണ്. ഏത് ഗൗരീശങ്കരം? അതിന് മുമ്പ് മയിൽ വന്നു, അതിന് മുമ്പ് പറഞ്ഞു ചെയ്തത് മഞ്ഞളിരിഞ്ഞു മുമ്പ് പറഞ്ഞു ചെയ്തത് അന്ന കരീന കെ രാജു സാറിന്. അതാ ഫസ്റ്റ് സീരിയൽ, സർക്കിൾ ഇൻസ്പെക്ടറാണ്. മറ്റേ കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സീരിയലത് 120 എപ്പിസോഡായപ്പോൾ സീരിയൽ കഴിഞ്ഞത്. അപ്പോൾ പൊളി സാധനമാണ്, പക്ക സിനിമ പോലെയാണ് മേക്കുന്നത്. അപ്പോൾ സീരിയൽ തുടങ്ങുമ്പോൾ എൻ്റെ തൃശ്ശൂർ ഭാഷ അറിയുന്ന വെച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഇങ്ങനെ പണ്ടുപോലും പിടിച്ചു തരാം. എൻ്റെ വീട് തൃശ്ശൂർ എന്നല്ല കേട്ടോ, ഇവിടെ എറണാകുളത്താണ്. അപ്പോൾ സ്ലാങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തൃശ്ശൂർ, പാലക്കാട്, തിരുവനന്തപുരം, കാസർഗോഡ് അങ്ങനെ ചില സാധനങ്ങളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട്, ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ തൃശ്ശൂർ ഭാഷ അറിയാമെന്ന് വെച്ചപ്പോൾ അതങ്ങോട്ട് എടുത്ത് കീച്ച് ഫിലിം ചെയ്യണം. ഫിലിം ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ അടുത്ത ഗൗരീശങ്കരം കഴിയുമ്പോൾ വീണ്ടും അടുത്ത നെക്സ്റ്റ് സീരിയൽ ഏഷ്യാനെറ്റിൽ വിളിച്ചായിരുന്നു. പിന്നെ ഏഷ്യാൻ്റെ ചെയ്യില്ല, ആ ശങ്കർ മഹാദേവ് എന്നുള്ള ക്യാരക്ടർ ഇനി വേറെ ഒരു സീരിയലും കിട്ടൂല. അപ്പോൾ അതങ്ങനെ തന്നെ കിട്ടും. അയ്യോ ഞാൻ പഠിച്ചതല്ലോ, അടുത്ത വർഷം അങ്ങനെ ഞാൻ ഈ സീരിയലിന് വേണ്ടി എത്ര വട്ടം പോയേ പഠിച്ചിട്ട് അടുത്ത വർഷം കീച്ചാലോ. ഈ ഗൗരി ശങ്കരത്തിലല്ലേ ആദ്യമായിട്ട് ഏഷ്യാനെറ്റിൽ അഭിനയിക്കുന്നല്ലേ? അതെ, അത് നായക വേഷം. അത് ഒരു പക്ക അതിൻ്റെ പ്രൊഡ്യൂസർ, ഫിലിം പ്രൊഡ്യൂസറാണ്, ഉണ്ടാന്ന് പറഞ്ഞ ഫിലിമിൻ്റെ പ്രൊഡ്യൂസറാണ്. അതൊരു പക്ക സിനിമാറ്റിക് മൂഡും എനിക്ക് ഫീൽ ചെയ്തു. അതായത് സ്ത്രീകൾക്ക് മാത്രം ഹീറോയിസം കൊടുത്തിട്ടുള്ളൊരു മേക്കിംഗ് ആയിരുന്നു എല്ലാ സീരിയലും. അപ്പോൾ പുള്ളി ഒരു ഫിലിം പ്രൊഡ്യൂസറാണ്ട് പുള്ളി ഒരു വേറൊരു പാറ്റേൺ സ്കില്ലേക്ക് കൊണ്ടുവന്നതാണ്. വേറൊരു ഭാഷയും ആണെങ്കിൽ ഹീറോയിസം കൊടുത്തുള്ള ഫസ്റ്റ് സീരിയൽ ഗൗരീശങ്കരം. വേറെ ഭാഷയും പിന്നെ ഒരു ഗുണ്ടായിസും അതൊക്കെ ആയിട്ട് പക്ക നമ്മുടെ ആറാം തമ്പുരാൻ ഇതൊക്കെ നരസിംഹ പോലത്തെ ഒരു പാറ്റേണാണ്. അതിൻ്റെ ഒക്കെ ഒരു ചെറിയ ഇതൊക്കെ എടുത്തിട്ടാണ് ഗൗരീശങ്കരം എഴുതിയേക്കുന്നത്. എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു ഗൗരീശങ്കരം. പുതിയ പ്രോജക്റ്റ് സൂര്യ എന്ന് പറഞ്ഞാലാണ്. സിംഗപ്പെണ്ണ് എന്ന് പറഞ്ഞാൽ തമിഴ് സീരിയലുണ്ട്, അതിൻ്റെ മലയാളം റീമേക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ പേരെന്താണ്ട് ഇപ്പോൾ ഇടാൻ പോകണുള്ളൂ, ഫെബ്രുവരിയിൽ അതിൻ്റെ ഷൂട്ട് തുടങ്ങുള്ളൂ. ഇപ്പോൾ എന്തോ തീപ്പൊരി പാറുന്നോ ഇടിവെട്ട് പാറോ എന്തോ പറയേണ്ടത്, അതെല്ലാം ലേഡീസിന് ഹീറോയിസം കൊടുത്തുള്ള സീരീസാണ്. എന്തായാലും കുഴപ്പമില്ല, അതാണ് അടുത്ത് ചെയ്യുന്നത്. ഫാമിലി ഞാൻ സിംഗിളാണ്, മാരീഡ് അല്ല. ഇപ്പോൾ എന്തായാലും അതിനെപ്പറ്റി ആലോചിക്കണം. നമ്മളെ കരിയറും ലൈഫൊക്കെ ഒന്ന് സെറ്റായി ഒന്ന് അടിപൊളിയായതിനു ശേഷം നമ്മൾ ഹാപ്പിനെസ് നമ്മുടെ ലൈഫിലേക്ക് വന്നു വിടുമ്പോൾ കല്യാണം കഴിക്കും. ആറാളാണ്, ഷോർട്ടായിരിക്കണം. പഠിച്ചൊക്കെ കോയമ്പത്തൂർ, എഞ്ചിനീയറിംഗ് കോയമ്പത്തൂർ, പിന്നെ 10th +2 വരെ സീരിയലിൽ. അല്ലല്ല, ഇത് 4ാം ക്ലാസ് പോലെ ഉണ്ട്. 4th സ്റ്റാൻഡേർഡിലാണ് ഫസ്റ്റ് പടം ഉടയോ എന്ന് പറഞ്ഞത്. അതിന് ശേഷം നരൻ, അങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഇവിടെ ഇവിടെയൊക്കെ നിൽക്കുന്ന വേഷങ്ങൾ നമ്മളെ കാണിക്കാൻ പറ്റുന്ന ഒന്നും ഉണ്ടായില്ല. നമ്മളിങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അതേ പോയിരുന്നു. പിന്നെ അങ്ങനെ കുറേ ചെയ്തു, 20-22 പടം കണ്ട് ചെയ്തായിരുന്നു. ജൂനിയർ ആർട്ടിസ്റ്റായിട്ടും പലക്കാം. പിന്നെ അതെല്ലാം വിട്ട്, അതെല്ലാം നടക്കില്ലാന്ന് മനസ്സിലായി വിട്ട് ഒരു ഫിറ്റ്നസ് ട്രെയിനറായിട്ട് ജോലിക്ക് കയറാണ്. പിന്നെ അവിടെ നിന്ന് ഒരു പ്രൊഡ്യൂസർ, ഫിലിമിൻ്റെ സീരിയൽ പ്രൊഡ്യൂസർ ദിവ്യദർശൻ എന്ന് പറഞ്ഞ ആൾ, മുകേഷിൻ്റെ പെങ്ങളാണ്. പുള്ളി അവിടെ വർക്കൗട്ടിനുണ്ടായി. പുള്ളിക്ക് കുറച്ചാൾ ചെറിയ ട്രെയിനിങ്ങും അതൊക്കെ എടുത്ത് പുള്ളിയായിട്ട് നല്ല കമ്പനിയാവും. പുള്ളിയാണ് ഫസ്റ്റ് സീരിയലിലേക്ക് ഒരു എൻട്രി വന്നത്, കെ രാജു സാറിൻ്റെ സീരിയൽ. അങ്ങനെയാണ് സീരിയലിലേക്ക് എൻട്രി. അപ്പോൾ നമ്മൾ വേണ്ടാന്നൊരു സാധനം, നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ സാധനം കറങ്ങി തീർന്ന് നമ്മുടെ കയ്യിൽ വരും. അപ്പോൾ നമ്മൾ മാക്സിമം ആഗ്രഹിക്കാമെന്നുള്ള സംഭവം എനിക്ക് ഓഡീഷൻ ഫിലിമിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്, ഒന്നും കിട്ടിയില്ല. അല്ല, എനിക്ക് ഓഡീഷൻ പോകാൻ നേരത്ത് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയായിരുന്നു. അപ്പോൾ ഞാൻ ചെറുപ്പമായിരുന്നു, ഭയങ്കര ചെറുപ്പത്തിലേ പോയി തുടങ്ങിയതാണ് സിനിമയും അഭിനയമൊക്കെ ആയിട്ട്. നമുക്ക് നല്ലൊരു സാധനം കിട്ടിയെന്ന് പറഞ്ഞാൽ ഗൗരീശങ്കറാണ് എനിക്ക് പറയാം. പിന്നെ അങ്ങനെയൊന്നും പോയിട്ടില്ല, അങ്ങനെയൊന്നും. ഞാനേതോ 2-3-4 ഓഡീഷൻസ് ഞാൻ പോയിട്ടുണ്ട്, അധികമുള്ള ഓഡീഷൻസ് ഞാൻ പോയിട്ടില്ല. കാര്യം ഞാൻ അപ്പോൾ ചെറുപ്പമായിരുന്നു ഭയങ്കര. എനിക്കപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർ പറഞ്ഞ കഥാപാത്രമോ ഈ കള്ളുകൂടിയൻ്റെ ഒരു ഓഡീഷൻ വന്നിട്ട് നീ ഒരു ബാറിലിരിക്കുകയാണ്, നീ അടിച്ച് ഫിറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പയ്യനായിരുന്നു, അടിക്കില്ലായിരുന്നു. അപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു അതിനെപ്പറ്റി. അപ്പോൾ അതൊന്നും നമുക്ക് ഒരിക്കലും സക്സസ് ആയിട്ടുണ്ടായില്ല. പക്ഷേ ഈ ടൈമിലാണ് ഈ അടിപൊളിയായിരുന്നു. ഇപ്പോൾ ലൈഫ് കുറേ മുന്നോട്ട് കഴിഞ്ഞ് നമ്മളെല്ലാം കഴിഞ്ഞ് പോകും. ഫ്യൂച്ചർ പ്ലാൻ ലക്ഷ്യമുണ്ടല്ലോ, എന്താണ്? ഫിലിം തന്നെയാണോ? ഫിലിം, അതാണ് ഇപ്പോൾ സൂര്യയിലേക്ക് ഇറങ്ങണത്. ഇനി ഏഷ്യാൻ്റെ ഇല്ലാത്തതാണ്. ഏഷ്യാൻ്റെ നമുക്കൊരു ഫെയിം കിട്ടി. ഇനി എനിക്ക് ഫെയിമായി ഏഷ്യാനെറ്റിൽ വീണ്ടും വന്ന് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഗൗരീശങ്കരം എന്ന് പറഞ്ഞ സീരിയൽ അങ്ങനെ നടക്കുന്നു. ഇനി വീണ്ടും ഏഷ്യാനെറ്റിൽ വേറൊരു ലുക്കിൽ വേറെ കഥാപാത്രമായിട്ട് വീണ്ടും അത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു പോകും ഗൗരീശങ്കരം എന്ന് പറഞ്ഞ പേര്. അപ്പോൾ അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇപ്പോൾ സൂര്യയിൽ നിൽക്കട്ടെ. സൂര്യയിലാകുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് കുഴപ്പമില്ലാണ്ട് അവിടെ ഒതുങ്ങിയ ഒരു സ്ഥലത്ത് നിൽക്കാം. എനിക്ക് ഫിലിമിലേക്കുള്ള അവസരവും നമുക്ക് കൊണ്ടിരിക്കും. ഗൗരീശങ്കർ സീരിയൽ കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും പലരും. അത് എൻ്റെ ക്യാരക്ടർ, അതാണ് എൻ്റെ സെയിം സ്വഭാവം, എൻ്റെ ഇതൊക്കെയാണ് ഗൗരീശങ്കരം.
എൻ്റെ പേര് തന്നെയാണ് ഹരിശങ്കർ എന്നാണ് പേര്. ശങ്കർ എന്നാണ് പേര് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ അമ്പലവും ശിവൻ്റെ അതും ഇതെല്ലാം ഞാൻ ബ്രാഹ്മണനാണ്. വീട്ടിലുള്ള ശിവൻ്റെ അമ്പലമാണ്, ഭയങ്കര ഭക്തനാണ്. അതെല്ലാം കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ കറക്റ്റ് പാറ്റേൺ കിട്ടി നമുക്ക്. നമ്മുടെ കുറച്ച് സ്വഭാവവും അതൊക്കെ കറക്റ്റ് എൻ്റെ ഒരു ക്യാരക്ടറൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയത്.